എൻ്റെ പേര് നിതിൻ ഫ്രാൻസിസ്. ഞാൻ വയനാട്ടിലെ മാനന്തവാടി സ്വദേശിയാണ്. ഈ കഴിഞ്ഞ സയൻറ്റിഫിക് ഓഫീസർ ഡോക്യുമെൻറ്റ്സ് എക്സാമിൽ 13ാം റാങ്ക് നേടാൻ എനിക്ക് സാധിച്ചു. അത് തീർച്ചയായും മാസ്റ്റർ കീ അക്കാദമിയുടെ സഹായത്താലാണ്. ഒരു MSc ഫിസിക്സുകാരനായി എനിക്ക് MSc ലെവൽ കെമിസ്ട്രിയും കൂടെ പഠിക്കാൻ അതുവഴി സാധിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ PC എക്സാം എഴുതുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ചൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് മാസ്റ്റർ കീ അക്കാദമി. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലാണ്. എനിക്കൊപ്പമുള്ളത് നിതിൻ ഫ്രാൻസിസ് ആണ്. ഇക്കഴിഞ്ഞ സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് ഡോക്യുമെന്റ്സിൽ 13ാം റാങ്കായിരുന്നു. വരും മാസങ്ങളിൽ അഡ്വൈസ് ലഭിക്കും. അതായത് മാസ്റ്റർ കീ അക്കാദമി പഠിച്ച് ഇദ്ദേഹത്തിന് ജോലി ലഭിക്കാൻ വേണ്ടി പോവുകയാണ്. അതും ചെറിയ ജോബല്ല. കേരള പോലീസിൽ ഒരു ഗസറ്റഡ് റാങ്കാണ് സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് ഡോക്യുമെന്റ്സ്. നമുക്ക് ഇദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാം. ഒന്നാമത്തെ ചോദ്യം, നമ്മൾ കുറേ കാര്യം ചോദിക്കുന്നത് ഒന്നെന്താണ്, ഇതേ മേഖലയിൽ ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കാണും. അവർക്ക് അറിയണം എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ പഠന രീതി, എങ്ങനെയാണ് പഠിച്ചത്, എങ്ങനെയാണ് ഉയർന്ന റാങ്ക് നേടിയത്. ഒപ്പം ഇദ്ദേഹത്തിന് വിശേഷങ്ങൾ അറിയണം. ആദ്യമായിട്ട് പഠനമൊക്കെ എവിടെ ആയിരുന്നു? ഞാൻ BSc ഫിസിക്സ് സെന്റ് ജോസഫ്സ് കോളേജ് തേവരയിലാണ്. MSc ഫിസിക്സ് ചെയ്തത് സെൻട്രൽ കോളേജ് തേവരയിലാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ അച്ഛനും അമ്മ, ചേച്ചിയാണ്. ചേച്ചി മാരേജ് കഴിഞ്ഞ എവിടെയാണ്? ചേച്ചി മണ്ണാർക്കാട്. സിസ്റ്റർ വർക്ക് ചെയ്യണല്ലേ? വർക്ക് ചെയ്യണം. കാനഡ വർക്ക് ചെയ്യണം. ഓക്കെ. എങ്ങനെയൊക്കെയായിരുന്നു പഠന രീതി? അതായത് PG കഴിഞ്ഞ ശേഷം PSC പഠനത്തിൽ ഇറങ്ങിയാണോ അതോ വേറെ ഇടയ്ക്കുള്ള ജോബോ അങ്ങനെ കാര്യം നോക്കിയിട്ടുണ്ടായിരുന്നോ? സാർ, ഞാൻ PG കഴിഞ്ഞിട്ട് റിസർച്ച് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ ഒരു 30 വയസ്സ് ആയപ്പോഴാണ് ഞാൻ ഒരു പെർമനന്റ് ജോബ് സ്വപ്നത്തിലേക്ക് എത്തിയത്. എനിക്ക് പലപ്പോഴും പല എക്സ്പീരിയൻസ് അല്ല ഇന്റർവ്യൂ ചെയ്യുമ്പോഴും പറയുന്ന കാര്യമാണ്, ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, പിന്നീട് ഒരു ചെറിയ ഗ്യാപ്പ് വരും. അതേ കണക്ക് തന്നെയാണ് ഇവിടെയും. PG കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് 30 വയസ്സിന് ശേഷമാണ് PSCയിലേക്ക് ഇറങ്ങിയത്. ആദ്യം ഫോക്കസ് ചെയ്ത് ഏത് പോസ്റ്റിലേക്കായിരുന്നു? ആദ്യം ഞാൻ റെയിൽവേസ് ആയിരുന്നു. ഓക്കെ. പിന്നീടാണ് PSCയിലെ സയൻറ്റിഫിക് ഓഫീസർ ഈ പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ കാണുന്നത്. അപ്പം അതിനുശേഷം അതിനുവേണ്ടി ഒരു പ്രിപ്പയർ ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പ്. അപ്പൊ എങ്ങനെയാണ് മാസ്റ്റർ കീ അക്കാദമി സ്ഥാപനത്തിലേക്ക് എത്തിയത്? കാര്യം ഇതിന്റെ വീട് യഥാർത്ഥത്തിൽ വയനാടാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ ബേസിക്കലി ഇത് പഠിക്കാൻ ഒരു ആഗ്രഹം തോന്നിയപ്പോൾ ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തു, ക്ലാസ്സിലൊക്കെ സെർച്ച് ചെയ്തു. അതിനകത്ത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ക്ലാസ്സുകൾ എനിക്ക് തോന്നുന്നത് മാസ്റ്റർ കീയിലാണ്. പ്രത്യേകിച്ച് ആദ്യം എനിക്ക് തോന്നുന്നത് രോഹിത് സാറിന്റെ ക്ലാസ്സാണ്. സാറിന്റെ കെമിസ്ട്രി ക്ലാസ്സുകളൊക്കെ നല്ല സൂപ്പറായിരുന്നു, പക്ക ക്ലാസ്സുകളായിരുന്നു. അപ്പം എനിക്ക് തോന്നി ഇത് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ജോബ് എനിക്ക് എത്തിയും സാധിക്കും, അത് എയർഫോഴ്സിൽ എത്താൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു സാർ. അങ്ങനെയാണ് ജോയിൻ ചെയ്തത്. അതെ സാർ. ഓക്കെ. അപ്പൊ ഒരുപാട് സന്തോഷമുള്ള കാര്യം, രണ്ടുപേരെ യൂട്യൂബ് സഹായിച്ചു. ഒന്ന്, ഞങ്ങളെ കണ്ടുപിടിക്കാൻ, ഞങ്ങളെ കണ്ടെത്താൻ വേണ്ടി നിതിനെ മാസ്റ്റർ കീ അക്കാദമിയിലേക്ക് എത്തിക്കാൻ യൂട്യൂബ് സഹായിച്ചു. ഒപ്പം ഒരു വലിയ വിജയം നേടാൻ പറ്റുന്ന ഒരു നല്ല ഉദ്യോഗാർത്ഥിയെ യൂട്യൂബ് ഞങ്ങൾക്ക് തന്നു. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. പല കുട്ടികളും ഈ 1ാം റാങ്ക് നേടുന്ന പല കുട്ടികളും പറയുന്നു, സാറേ ഞങ്ങളുടെ യൂട്യൂബ് ക്ലാസ് കണ്ടിട്ടാണ് വന്നത്, നമ്മുടെ ഡെമോ ക്ലാസ്സിൽ കണ്ടിട്ടാണ് വന്നത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനി ഒരു സീരിയസ് പ്രിപ്പറേഷൻ ആണ് തുടങ്ങിയത്. എനിക്ക് ജോലി വേണം, ജോലി നേടണം. അപ്പൊ എന്നൊരു രണ്ട് ചോദ്യമാണ്. അതായത് ഈ സീരിയസ് പ്രിപ്പറേഷൻ തുടങ്ങിയത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണോ അതോ കൺഫർമേഷൻ ശേഷമാണോ? ശരിക്കും ഒരു ജൂൺ മാസമാണ് ഞാൻ ഇവിടെ മാസ്റ്റർ കീയിൽ ജോയിൻ ചെയ്തത്. പിന്നീടാണ് ഒരു നോട്ട് എഴുതി പ്രിപ്പറേഷനിലേക്ക് കൃത്യമായിട്ടൊരു ഇതിലേക്ക് വന്നത്. പിന്നെ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമായപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ വന്ന ശേഷം ഞാൻ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പഠിച്ചെന്ന് വെച്ചാൽ കൂടുതൽ മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്തു. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറച്ചുകൂടെ പഠിച്ചു. പിന്നെ റിവിഷൻ ആ സമയത്തേക്കും അതിനുവേണ്ടി നമ്മുടെ ആപ്പിനകത്ത് കുറെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ് ഉണ്ട്, അതൊക്കെ കാണുന്നുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു സാർ. എല്ലാ ക്ലാസ്സിലും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എനിക്ക് തോന്നുന്നത് വേറൊരു കോച്ചിങ് സെന്റേഴ്സ് അങ്ങനെ ഇത്രയും ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക്. പലരും ഒരുപാട് കുട്ടികൾ പല കോഴ്സ് നമ്മൾ ജോയിൻ ചെയ്യും, പക്ഷെ നമ്മുടെ ആപ്പിനെ 100% ഉപയോഗിക്കത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടോപ്പിക്കിന്റെ, ഇപ്പം കെമിസ്ട്രി ആകട്ടെ ഫിസിക്സ് ആകട്ടെ, ഒരുപാട് ടോപ്പിക്കിന്റെ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സിൽ ആടിയിട്ടുണ്ട്. പല കുട്ടികളും അത് കാണാറില്ല, അതാണ് കുഴപ്പം. പക്ഷേ സന്തോഷമുള്ള കാര്യം, ഇദ്ദേഹത്തിലെ അട്രാക്റ്റഡ് ആയത് നമ്മുടെ കെമിസ്ട്രി ക്ലാസ്സിലാണ്. കാര്യം ഓൾറെഡി ഫിസിക്സ് ആണ് മെയിൻ, ഫിസിക്സ് ടോപ്പിക് എല്ലാം അറിയാം. അപ്പൊ കെമിസ്ട്രിയിലേക്കാണ് ഇവിടെ എത്തിയത്. കെമിസ്ട്രിയിലേക്ക് എത്തുകയും നമ്മുടെ കെമിസ്ട്രി ക്ലാസ് ഇഷ്ടപ്പെടുകയും എല്ലാ ക്ലാസ്സിൽ കാണുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് വലിയ വിജയം നേടാൻ സാധിച്ചത്. ഓക്കെ. അടുത്തത്, ഇപ്പം ഒരു കുട്ടി ഒരു ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ ഒരാൾക്ക് ഒരു ഗവൺമെന്റ് ജോലി നേടണം. അപ്പൊ ഏത് രീതിയിൽ പഠിച്ചാൽ ജോലി കിട്ടാൻ പറ്റും?
സാർ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എക്സ്റ്റേണൽ നമ്മളിപ്പം സോഷ്യൽ മീഡിയാസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഡിറ്റാച്ച് ചെയ്യുക, നമ്മൾ അത് ഉപേക്ഷിക്കാൻ ശ്രമിക്കുക. പിന്നെ ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായിട്ടുള്ളൊരു മെത്തഡോളജി പഠന രീതി ചൂസ് ചെയ്യുക, അത് നോട്ട് എഴുതുക, കൃത്യമായ രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക, മാക്സിമം അങ്ങനെയുള്ള കാര്യത്തിന് റിവിഷൻ ചെയ്യുക. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് മാക്സിമം സമയം നമ്മൾ കണ്ടെത്തുക. ഇപ്പൊ സോഷ്യൽ മീഡിയ പോലുള്ള കാര്യങ്ങൾ മാറ്റിയിട്ട് നമ്മൾ ഇതിനു വേണ്ടി മാക്സിമം സമയം കണ്ടെത്തുക, മാക്സിമം നന്നായിട്ട് ആപ്പിലുള്ള ക്ലാസ്സുകളെല്ലാം കാണുക, മാക്സിമം റിവിഷൻ ചെയ്യുക, മാക്സിമം മോക്ക് എക്സാം എഴുതുക അല്ലേ? ഓക്കെ. അടുത്തത് എക്സാം കഴിഞ്ഞ് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയപ്പം എനിക്ക് ഈ ജോലി കിട്ടും, നാളെ ഞാൻ കേരള പോലീസിലേക്ക് ഒരു ഗസറ്റഡ് റാങ്കുള്ള ജോബിലായിട്ട് നേടും എന്ന് തോന്നിയിരുന്നോ? സാർ ഞാൻ ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് പറ്റിയതെന്ന് വെച്ചാൽ ഞാൻ OMR ഷീറ്റ്സ് ആൻസർ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു ഡിഫക്ട്സ് എന്ന് വെച്ചാൽ എനിക്ക് അവസാന നിമിഷമാണ് ഞാൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതിയത്. അപ്പം കുറച്ചൊന്നും എനിക്കങ്ങനെ എഴുതാൻ പറ്റാതെ പോയിട്ടുണ്ട്. എനിക്ക് എക്സാം കഴിഞ്ഞപാടെ ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. അത് എഴുതായിരുന്നു. എനിക്ക് ഇങ്ങനൊരു പ്രിപ്പറേഷൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണമാണ് എഴുതാൻ പറ്റാതിരുന്നത്. അതായത് അത്ര ഹാപ്പി അല്ലാതാണ് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയത്. അത് ഇറങ്ങിയത് അങ്ങനെയാണ്, കുഴപ്പമില്ല. ഓക്കെ. ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു? ഇന്റർവ്യൂ ഒക്കെ ഓക്കെ ആയിരുന്നോ? സത്യം പറഞ്ഞ മാസ്റ്റർക്കിൽ സാർ ഏറ്റവും നല്ല രീതിയിലാണ് ഇന്റർവ്യൂ ക്ലാസ്സിൽ എങ്ങനെ നമ്മൾ ഇന്റർവ്യൂ അഭിമുഖീകരിക്കണം എന്നുള്ള രീതി പറഞ്ഞു തന്നിരുന്നത്. പിന്നെ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടെന്നുള്ളത് ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ സന്തോഷമായി. എത്ര മാർക്ക് കിട്ടുമെന്നുള്ളൊരു ഐഡിയ. അത് സംഭവിച്ചത് ഈ OMR ഷീറ്റ് പരിശീലിക്കണം, അത് വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ ഇദ്ദേഹം അത് ചെയ്യാത്തതുകൊണ്ട് തന്നെ 100% സാറ്റിസ്ഫൈഡ് അല്ലതാണ് ഇറങ്ങിയത്. കാര്യം അറിയാവുന്ന കുറച്ച് ചോദ്യങ്ങൾ പലതും ചെയ്തില്ല, മാർക്കും കൂട്ടാൻ പറ്റിയില്ല, കാര്യം ഒരു ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അപ്പൊ പിന്നെ റിസൾട്ട് വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും വേണ്ടായിരുന്നു സാർ, വിചാരിച്ചില്ല. ഭയങ്കര ഹാപ്പിയായിരുന്നു. വീട്ടിൽ പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ആദ്യം അമ്മയുടെ അച്ഛനോടാണ് പറഞ്ഞത്. ഞാൻ റിസൾട്ട് വന്നപ്പോൾ വീട്ടിലായിരുന്നു. അപ്പൊ അവരെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ വിചാരിച്ചില്ല അങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ ഒരു ചാൻസ്. അതെ. അതിനകത്തേ രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അദ്ദേഹം മെയിൻ ഫിസിക്സ് മാത്രമല്ല പഠിച്ചു, കെമിസ്ട്രിയും കെമിസ്ട്രി ഒക്കെ പഠിച്ചത് കഴിഞ്ഞിട്ട് പാടാം, അത് മൊത്തവും പഠിച്ചെടുത്തു. അപ്പോൾ ഈ രണ്ടും PG ലെവലാണ്. ഈ 2 PG സബ്ജക്റ്റും പഠിച്ചിട്ടാണ് 13ാം റാങ്ക് നേടി, ഉയർന്ന റാങ്ക് നേടി ജോലിയിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഹാർഡ് വർക്ക് കൊണ്ട് തന്നെയാണത്. ഓക്കെ. നമ്മുടെ സ്ഥാപനത്തിൽ ഇത്രയും കുട്ടികൾ പഠിച്ചെന്നൊക്കെ ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് 13ാം റാങ്ക് കിട്ടി? ഇദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഈ ഓരോ നമ്മുടെ എന്നല്ല ഏത് സ്ഥാപനം ആയിക്കോട്ടെ, നിങ്ങൾ ജോയിൻ ചെയ്തുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല. ഇദ്ദേഹം പറഞ്ഞ കണക്ക് സോഷ്യൽ മീഡിയ മറ്റ് കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുക, മാക്സിമം സമയം നമ്മൾ പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുക, സെൽഫ് നോട്ട് തയ്യാറാക്കുക അല്ലേ, ഇതിനകത്ത് റിവിഷൻ ചെയ്യുക, മാക്സിമം എക്സാമ്പിൾ എഴുതുക. ഇങ്ങനെ പഠിച്ചാൽ ഇദ്ദേഹത്തെ കണക്ക് തന്നെ ഉയർന്ന റാങ്ക് നേടാൻ പറ്റും. ഇനിയിപ്പം എന്നത്തേക്ക് അഡ്വൈസ് ആവുമെന്നും വല്ലതും അറിയുന്നുണ്ടോ? ഒരു മാസം എനിക്ക് ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് ആവുമെന്നാണ് അറിയുന്നല്ലേ? ഓൾറെഡി നേരത്തെ 12 വേക്കൻസി ഉണ്ടായിരുന്നു, പിന്നെ 4 ക്രിയേറ്റ് ആയി അല്ലേ? 5 ക്രിയേറ്റ് ആയി. ഇപ്പൊ 11 വന്നല്ലേ? ഓക്കെ. ഒരു കോർട്ട് ഓർഡർ ഉണ്ട്. അപ്പൊ അതൊരു വലിയ ഭാഗ്യമാണ്. കാര്യം വേക്കൻസികൾ ക്രിയേറ്റ് ആയി നമുക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പായത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇനി ആശംസകളാണ്, മാസ്റ്റർക്കിയുടെ ഭാഗത്തുനിന്ന് ആശംസകളാണ്. കാര്യം PG ലെവൽ പരീക്ഷ ക്രാക്ക് ചെയ്ത് ഉടൻ തന്നെ ജോലി നേടാൻ പോകുന്ന നമ്മുടെ പ്രിയങ്കര ഉദ്യോഗാർത്ഥി നിതിൻ ഫ്രാൻസിസിന് എല്ലാവിധ ആശംസകളും മാസ്റ്റർക്കൊക്കെയാണ് പേരിൽ നേരുന്നു. ഓക്കെ.